എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആരോഗ്യ പരിപാലനത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്ന ഒരു കാലഘട്ടമാണ് കൊല്ലവർഷത്തിലെ 12ാമത്തെ മാസമായ കർക്കടകം. കേരളത്തിൽ അപ്രതീക്ഷിതമായി ഈ മാസത്തിൽ മഴ പെയ്യുന്നതിനാൽ കള്ളക്കർക്കടകമെന്ന് പറയാറുണ്ട്. പൊതുവെ മഴക്കാല രോഗങ്ങൾ കൂടി നിൽക്കുന്ന ഒരു കാലഘട്ടമാണിത്. കാർഷിക മേഖലയിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതിനാൽ പഴമക്കാർ പഞ്ഞമാസമെന്നാണ് ഈ മാസത്തെ വിളിച്ചിരുന്നത്. മഴയും തണുപ്പുമുള്ള കർക്കടക മാസത്തിൽ മലയാളികൾ ആരോഗ്യം സംരക്ഷിക്കുന്നത് ഔഷധ ഗുണമുള്ള കർക്കടക കഞ്ഞിയിലൂടെയാണ്. ഇന്ന് നമുക്ക് കർക്കടക കഞ്ഞി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. കഞ്ഞി തയ്യാറാക്കാനായി 100 ഗ്രാം ഞവരേരിയാണ് എടുത്തിട്ടുള്ളത്. അരി വേകുന്നതിനാവശ്യമായിട്ടുള്ള വെള്ളം ചൂടായി വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് ഞവരേരി ഇട്ട് കൊടുത്തു. തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച ചെറുപയർ 50 ഗ്രാം ചേർത്ത് കൊടുത്തു. 2 ഗ്രാം അയമോദകം ചേർത്ത് കൊടുത്തു. അതിനുശേഷം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച 5 ഗ്രാം ആശാളിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. അയമോദകവും ആശാളിയും ഒക്കെ നമുക്ക് പച്ചമരുന്ന് കടകളിൽ നിന്ന് വാങ്ങാൻ കിട്ടും. അവ നന്നായിട്ട് കഴുകി വൃത്തിയായി ഉപയോഗിക്കുക. വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച 5 ഗ്രാം ഉലുവായും ആ വെള്ളവും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരിയും പയറുമൊക്കെ നന്നായിട്ട് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് കഞ്ഞിക്ക് ആവശ്യമായിട്ടുള്ള ഔഷധക്കൂട്ട് തയ്യാറാക്കാം. ഇത് കൊടവനിലയാണ്, മുത്തിളെന്നും ഇതിനെ പറയും. ഇത് മുക്കൂറ്റിയാണ്. അപ്പം നമ്മൾ മുക്കൂറ്റി ചെടിയുടെ ഇലയും പൂവുമൊക്കെ എടുത്തു. ഇത് കീഴാർനെല്ലിയാണ്. ഇതിൻ്റെ പുളിയില പോലെയാണ് ഇലകൾ തോന്നുന്നത്. അതിൻ്റെ അടിയിൽ കുഞ്ഞ് കായ്കളുണ്ടാവും. ഇത് കണ്ടാൽ കീഴാർനെല്ലി പോലെ തോന്നും, പക്ഷെ കീഴാർനെല്ലി അല്ല. നമുക്ക് നന്നായിട്ട് തിരിച്ചറിയാൻ പറ്റുന്ന ഔഷധ സസ്യങ്ങൾ മാത്രം നമ്മൾ എടുത്താൽ മതിയാവും. ഇത് പൂവാങ്കുറുന്തലാണ്. വിഷമൊന്നും തളിച്ചിട്ടില്ലാത്ത പറമ്പുകളിൽ നിന്നും വീട്ടുവളപ്പിൽ നിന്നുമാണ് നമ്മൾ ഔഷധ കഞ്ഞിക്കായിട്ടുള്ള ഔഷധങ്ങൾ എടുക്കുന്നതെന്ന് ഉറപ്പുവരുത്തണം. ഇത് കറുകയാണ്. നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഔഷധ സസ്യങ്ങൾ നമ്മൾ എടുക്കുക. ഇത് ചെറുള എന്ന് പറയും. അങ്ങനെ നമ്മുടെ വീട്ടു പരിസരത്ത് നിന്ന് കിട്ടിയ ഔഷധ കൂട്ടുകളെല്ലാം നമ്മളൊന്ന് നന്നായിട്ട് ഇടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ നീര് എടുത്തിട്ടുണ്ട്. ഔഷധ സസ്യങ്ങളുടെ നീര് നന്നായിട്ട് അരിച്ചെടുക്കണം. ഞവരേരിയും ചെറുപയറും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇടിച്ചു പിഴിഞ്ഞ ഔഷധ സസ്യങ്ങളുടെ നീരും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഒന്നും കൂടെ നന്നായിട്ട് കഞ്ഞി തിളച്ച് വരുമ്പോൾ നമുക്ക് അടുപ്പത്ത് നിന്ന് കഞ്ഞി വാങ്ങി വയ്ക്കാം. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അങ്ങനെ നമ്മുടെ ഔഷധ ഗുണമുള്ള കർക്കടക കഞ്ഞി തയ്യാറായിട്ടുണ്ട്. ചെറു ചൂടോടുകൂടി നമുക്ക് ഈ കഞ്ഞി കഴിക്കാം. ഇനി നമുക്ക് ഇതൊന്ന് വേണമെങ്കിൽ താളിച്ചുകൂടെ കൊടുക്കാം. അതിനായിട്ട് കുറച്ച് നെയ്യ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നല്ല ജീരകവും ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും കൂടെ ഒന്ന് വറുത്ത് എടുത്തതിന് ശേഷം നമ്മുടെ കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് കഞ്ഞി ഉപയോഗിക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കിതിൻ്റെ കൂടെ പ്രത്യേകിച്ച് വേറെ കറികളൊന്നും വേണമെന്നില്ല. ഔഷധ സസ്യങ്ങളുടെ നീര് നമുക്ക് ലഭ്യമാകാത്തവരാണെങ്കിൽ അത് ചേർക്കാതെയും നമുക്ക് ഈ കഞ്ഞി തയ്യാറാക്കാവുന്നതാണ്. വളരെയധികം ആരോഗ്യപരമായിട്ടുള്ള ഗുണങ്ങളുള്ള സ്വാദിഷ്ടമായൊരു കഞ്ഞിയാണ് ഈ കർക്കിടക കഞ്ഞി. 7 ദിവസം, 14 ദിവസം, 21 ദിവസം ഇങ്ങനെയൊക്കെയാണ് കർക്കിടക കഞ്ഞി കഴിക്കാറ്. അങ്ങനെ നമ്മൾ കർക്കിടക കഞ്ഞിയൊക്കെ തയ്യാറാക്കി. ഇനി നമ്മൾ കർക്കിടകത്തിൽ ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് മുക്കൂറ്റി ഇലയുടെ ചാറെടുത്ത് നമ്മുടെ നെറ്റിയിൽ തൊടും. അതുപോലെ തന്നെ ദശപുഷ്പങ്ങൾ തലയിൽ ചൂടും. ആത്മീയതയ്ക്കൊക്കെ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമയമാണിത്. ഭക്തിസാന്ദ്രമായ രാമായണ മാസമെന്നും ഈ മാസത്തെ അറിയപ്പെടുന്നു. അങ്ങനെ നമ്മൾ തയ്യാറാക്കിയ കർക്കിടക കഞ്ഞിയൊക്കെ കുടിച്ചു. മഴയും തണുപ്പും മാറി മാറി അനുഭവപ്പെടുന്ന
ഈ കർക്കിടക മാസത്തിൽ കുറച്ച് ദിവസങ്ങൾ നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ശ്രദ്ധിക്കാം. ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുവാൻ ഈ കർക്കിടകത്തെ നമുക്ക് പ്രയോജനപ്പെടുത്താം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.